ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അപ്പത്തിൻ്റെയും നൂലപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള വൈറ്റ് പീസ് എഗ് കുറുമ റെഡിയാക്കാം. വൈറ്റ് പീസ് എഗ് കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് പീസ് എടുത്ത് ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വൈറ്റ് പീസ് ഇപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു പൊട്ടാറ്റോ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് കൂട്ടി കുറച്ച് എടുക്കാം. ഞാനിതിൽ ഒട്ടും തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും എടുത്ത് വേവിച്ചാൽ മതി. ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ പെരുംജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ഫൈനായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. 1 സവാള കട്ട് ചെയ്ത് വെച്ചാണ് ചേർത്തിട്ടുള്ളത്. സവാള നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. കളറൊന്ന് മാറി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്ക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ എല്ലാം റോസ്മെല്ലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി കുക്ക് ചെയ്ത് വെച്ച് വൈറ്റ് പീസും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വൈറ്റ് പീസെല്ലാം നന്നായി തന്നെ ഇതുപോലെ വെന്ത് വരണം. അപ്പോഴാണ് കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റും തിക്നെസ്സും എല്ലാം കിട്ടുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി പെരുംജീരകം തേങ്ങയും കൂടെ അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നോക്കിയിട്ട് ഈ സമയം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരപ്പിലോട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ബോയിൽ ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇപ്പോൾ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ്സ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. അപ്പോഴേക്കും അരപ്പെല്ലാം എഗ്ഗിലും വൈറ്റ് പീസിലും എല്ലാം നന്നായി പിടിച്ചു വരും. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് അല്പം വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പീസ് എഗ് കുറുമ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.